നമസ്കാരം. റഷ്യയെ അനുകൂലിച്ചുകൊണ്ട് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തിറങ്ങിയതോടെ യുക്രൈനെ സഹായിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബ്രിട്ടൻ രംഗത്തെത്തി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ തന്നെയാണ് ഇക്കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. താൻ ഇക്കാര്യം നിസ്സാരമായിട്ടല്ല കാണുന്നതെന്നും അങ്ങേയറ്റം ഗൗരവത്തോടുകൂടി തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ വീക്ഷിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ബ്രിട്ടീഷ് സൈനികരെയും സ്ത്രീകളെയും അപകടത്തിലാക്കുന്ന ആരുടെയും നീക്കം അംഗീകരിക്കില്ല എന്നാണ് സ്റ്റാമർ വ്യക്തമാക്കിയിരിക്കുന്നത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉടൻ തന്നെ സൗദി അറേബ്യയിൽ വെച്ച് ഒരു ഒത്തുതീർപ്പ് ചർച്ച നടത്തുന്നുണ്ട്. ഈ സംഭാഷണങ്ങളിലേക്ക് യുക്രൈനെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് ബ്രിട്ടനും ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ സംഭവത്തിലെ പ്രധാനപ്പെട്ട കക്ഷികളിലൊന്നായ യുക്രൈനെ കൂടി പങ്കെടുപ്പിക്കാതെ എങ്ങനെയാണ് സമാധാന ചർച്ചകൾ ഉണ്ടാവുക എന്നും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായാൽ ആ തീരുമാനം അടിച്ചേൽപ്പിക്കൽ ആയിരിക്കും എന്നാണ് ബ്രിട്ടൻ്റെയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെയും ഒക്കെ തന്നെ നിലപാട്. അമേരിക്കയുടെ ഈ നീക്കത്തെ തുടർന്ന് പാരീസിൽ ഈ ആഴ്ച യൂറോപ്യൻ രാജ്യങ്ങൾ ഉച്ചകോടി നടത്തുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് പുടിനുമായി ചർച്ച നടത്തുന്ന ഏതാണ്ട് അതേ സമയത്ത് തന്നെയായിരിക്കും പാരീസിൽ ഉച്ചകോടി നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെ എടുക്കുന്ന തീരുമാനവും നിർണായകമായിരിക്കും. യുക്രൈൻ്റെ പ്രതിരോധത്തിനും സുരക്ഷയ്ക്കുമായി പ്രതിവർഷം 3 ബില്യൺ പൗണ്ട് ബ്രിട്ടൻ നൽകും. ഈ സഹായം 2030 വരെ തുടരാനാണ് ബ്രിട്ടൻ്റെ തീരുമാനവും. അതായത് യുക്രൈൻ യുദ്ധത്തിൽ ഇപ്പോൾ ബ്രിട്ടനും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും എല്ലാം തന്നെ യുക്രൈൻ്റെ പക്ഷം ചേർന്ന് കഴിഞ്ഞു എന്ന് ഇതോടുകൂടി കൂടുതൽ വ്യക്തമായിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹം എപ്പോഴും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഭാഗത്തെ ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കാറുണ്ടായിരുന്നത്. നേരത്തെ ജോ ബൈഡൻ സർക്കാർ നിലവിലിരുന്ന കാലഘട്ടത്തിൽ യുക്രൈന് ധാരാളം പ്രതിരോധ മേഖലയിൽ സഹായങ്ങൾ നൽകിയിട്ടുണ്ട്, സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട്. ഇതിൽ പലപ്പോഴും അമേരിക്കയിലെ സെനറ്റർമാരൊക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ജോ ബൈഡൻ അക്കാര്യത്തിൽ യുക്രൈനോട് എന്നും ഒരു അനുഭാവം പ്രകടിപ്പിച്ചിട്ടുള്ള ആളായിരുന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയതോടുകൂടി ഇപ്പോൾ അമേരിക്ക യുക്രൈൻ നൽകുന്ന എല്ലാ സഹായങ്ങളും നിർത്തിവയ്ക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഒരു സന്ദർഭത്തിൽ യുദ്ധം തുടരുകയാണെങ്കിൽ അത് യുക്രൈനെ ഗുരുതരമായി തന്നെ ബാധിക്കുമെന്നാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെയും നിലപാട്. മാത്രമല്ല കീർ സ്റ്റാമർ പറയുന്നത് ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു കഴിഞ്ഞാൽ അത് ശാശ്വതമായിരിക്കണം എന്നാണ്. അതല്ലാതെ പിന്നീട് വീണ്ടും റഷ്യ യുക്രൈനെ ആക്രമിക്കുന്ന സ്ഥിതി വരാൻ പാടില്ല എന്നാണ്. ഇത്തരത്തിലുള്ള ഒരു സ്ഥിതിഗതി ഒഴിവാക്കുന്നതിനായി ബ്രിട്ടീഷ് സൈന്യത്തെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷവും തുടരാൻ അനുവദിക്കും എന്ന സൂചനയും ഇപ്പോൾ കീർ സ്റ്റാമർ നൽകിയിരിക്കുകയാണ്. എല്ലാ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഇക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് ബ്രിട്ടൻ്റെ നിലപാട്. യുക്രൈനെ പോലുള്ള രാജ്യത്തെ അമേരിക്ക പോലുള്ള വലിയൊരു ലോകശക്തി റഷ്യയെ പോലെ മറ്റൊരു ശക്തിയുമായി ചേർന്ന് ഒറ്റപ്പെടുത്തുന്ന നിലപാട് ശരിയല്ല എന്ന് തന്നെയാണ് ബ്രിട്ടൻ്റെയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെയും ഒക്കെ തന്നെ അഭിപ്രായം. യുക്രൈനെ വീണ്ടും ആക്രമിക്കുന്നതിൽ നിന്ന് പുടിനെ തടയാൻ ട്രംപിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് ബ്രിട്ടീഷ് സർക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. വെടിനിർത്തൽ കരാർ ചർച്ചകളുടെ ഭാഗമായി അമേരിക്കയുടെയും റഷ്യയുടെയും ഉന്നതതല ഉദ്യോഗസ്ഥ സംഘം ഈ ദിവസങ്ങളിൽ തന്നെ സൗദി അറേബ്യയിൽ എത്തുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിന് തൊട്ട് പിന്നാലെയായിരിക്കും ഡൊണാൾഡ് ട്രംപും പുടിനും തമ്മിലുള്ള ഉച്ചകോടി നടക്കുന്നത്. വെടിനിർത്തൽ കരാർ ശരിക്കും നിലവിൽ വരണമെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട കക്ഷിയായ യുക്രൈനെയും പങ്കെടുത്തേ തീരൂ എന്നുള്ളതാണ് ബ്രിട്ടൻ്റെ നിലപാട്. അതുതന്നെയാണ് അവർ ഒന്നുകൂടി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വേണ്ടുന്ന ബ്രിട്ടീഷ് സൈനികരെ യുക്രൈനിലേക്ക് അയക്കും എന്ന ബ്രിട്ടൻ്റെ നിലപാട് അത് വളരെ ശക്തമായ തോതിൽ തന്നെ പിന്തുണയ്ക്കപ്പെടാനാണ് ഉച്ചകോടിയിലും സാധ്യത.